നമസ്കാരം. ഹൈക്കോടതിയുടെ ഒരു വിധിയോടുകൂടി പിന്നെയും ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കേരള സമൂഹത്തിൽ വാർത്തയായി. വിചാരണ കോടതി വെറുതെ വിട്ട 2 പേരെ കൂടി കുറ്റക്കാരായി പ്രഖ്യാപിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി വരികയുണ്ടായി. അതിൽ കുഞ്ഞനന്തനെ മാത്രം വെറുതെ വിട്ടു. കുഞ്ഞനന്തൻ എന്തായാലും ഇപ്പോൾ ജീവനോടെയില്ല. കുഞ്ഞനന്തൻ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത ആളാണെന്നാണ് ചിറ്റപ്പൻ ജയരാജനെ പോലെയുള്ളവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഈ കൊല്ലപ്പെട്ട ടി.പി. ചന്ദ്രശേഖരൻ്റെ ഭാര്യ, അവരിപ്പോൾ MLA കൂടിയാണ്, വടകര MLA കൂടിയാണ്. അവർ ഒരു പ്രമുഖ മാധ്യമത്തിന് ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അതിൽ അവർ ഉറച്ചു പറയുന്നുണ്ട്, ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് പിണറായി വിജയൻ്റെ അറിവോടുകൂടി തന്നെയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ അവർ അതിനകത്ത് പറയുന്നുണ്ട്. അവർ ഇപ്പോൾ UDFൻ്റെ ഭാഗമാണ്. RMP എന്നൊരു പാർട്ടിയുടെ നേതാവാണ്, MLA ആണ്. പക്ഷേ അവർ നിൽക്കുന്ന മുന്നണി UDFൻ്റെയാണ്. എന്നിട്ടും അവർ അന്നത്തെ അന്വേഷണം ഒരു പരിധിവരെ ശരിയായിരുന്നു, എന്നാൽ ഒരു ഘട്ടത്തിൽ വെച്ച് നിലച്ചുപോയി എന്ന് പറയുന്നുണ്ട്. പി. മോഹനൻ എന്ന CPM നേതാവ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയില്ല. പി. മോഹനനെയും അതേപോലെ തന്നെ ഈ കേസിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ അവരുടെ ഫോണിൽ നിന്ന് വിളിച്ച കോളുകൾ, തുടർന്നുള്ള അന്വേഷണങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി ആയപ്പോൾ അവിടെ വെച്ച് നിന്നുപോയി എന്നാണ് പറയുന്നത്. ഇവർ അന്വേഷിച്ചപ്പോൾ, അതായത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്ത മറുപടി, ഈ ഫോൺ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് അതാത് കമ്പനികളാണ്, അതിന് സർക്കാരിൻ്റെ രേഖാമൂലമായിട്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ അറിയിപ്പ് തന്നെ വേണ്ടിവരും. പക്ഷേ അതിനുള്ള നടപടികളായിട്ട് പോയില്ല എന്ന് പറയുമ്പോൾ അന്ന് ഭരിച്ചിരുന്നത് LDF അല്ല UDF ആണ് എന്ന് ഓർക്കണം. അതേപോലെ തന്നെ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്, CPMൻ്റെ ഉന്നത നേതാക്കളിലേക്ക് ഈ അന്വേഷണം പോയില്ല, അതിൻ്റെ കാരണം എന്താണ് എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം കൂടെ അവർ എടുത്തു പറയുന്നു, അന്ന് സംസ്ഥാനവും കേന്ദ്രവും ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണെന്ന് പറയുമ്പോൾ എവിടെ വെച്ചാണ് ഈ ഡീൽ നടന്നത് എന്ന് സാമാന്യ ബുദ്ധി വെച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ, അതിലൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനൊക്കെ അറിവോടുകൂടി തന്നെയാണ് അതിലെ പല കൊലപാതകങ്ങളും നടക്കുന്നത്. പക്ഷേ താഴെയുള്ള, അതായത് ചില അപൂർവം കേസുകളിൽ മാത്രമാണ് നേരിട്ട് ഈ കൊലപാതകത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിടിക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കൊടി സുനി, കിർമാണി മനോജ് തുടങ്ങിയവരെയൊക്കെ അവർ നേരിട്ട് തന്നെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്, അവരെ പിടിച്ചു. സാധാരണഗതിയിൽ അവർക്ക് പകരം ഡെമ്മി പ്രതികളെയാണ് പിടിക്കപ്പെടേണ്ടത്. പക്ഷേ അത് വലിയൊരു വിവാദമായ കേസായതിനാലും ഒരു വശത്ത് VS അച്യുതാനന്ദൻ ശക്തമായി നിന്നതിനാലും യഥാർത്ഥ പ്രതികളെ തന്നെ പിടിക്കേണ്ടി വന്നതാണ്. അല്ലാതെ പോലീസിൻ്റെ അന്വേഷണ മികവ് കൊണ്ട് പിടിച്ചതൊന്നുമല്ല. അപ്പോൾ മറ്റു മാർഗമില്ലാത്തതിനാൽ അത് ചെയ്യേണ്ടി വന്നതാണ്. അതായത് ആദ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് അന്വേഷണം കാര്യക്ഷമമായിട്ട് തന്നെ പോകുന്നു. പിന്നീട് ഇടയ്ക്ക് വെച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാറുന്നു, പകരം രമേശ് ചെന്നിത്തല വരുന്നു. പിന്നെയാണ് ഈ കളി മൊത്തവും അരങ്ങേറിയത്. പിന്നീട് ഈ പി. മോഹന് മുകളിലോട്ട് ഒരു നേതാവിലേക്കും അന്വേഷണം പോയില്ല, അത് അവിടം വെച്ച് തീർന്നു. പക്ഷേ ഇപ്പോഴും KK രമ ഉറച്ചു വിശ്വസിക്കുന്നു പിണറായി വിജയൻ അറിഞ്ഞു തന്നെയാണ് ടി.പി. ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടതെന്ന്. അതിനവർ കാരണമായിട്ട് പറയുന്നത് അന്നേ ദിവസം പിണറായി വിജയൻ്റെ ശരീരഭാഷയും ശൈലിയുമാണ്. അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു, മാധ്യമങ്ങളോട് ചിരിച്ചു കളിച്ചിട്ടാണ് സംസാരിച്ചത്. ഒരിക്കൽ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന, പിന്നീട് തെറ്റിപ്പിരിഞ്ഞ് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സാധാരണ മനുഷ്യരുടെ കാര്യമാണ് പറഞ്ഞത്. വിചാരങ്ങളൊക്കെയുള്ള സാധാരണ മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്. സാധാരണ മനുഷ്യർ ഈ ഒരു ആഹ്ലാദചിത്തനായി കാണപ്പെടില്ല. പക്ഷേ പിണറായി വിജയനെ അന്ന് വളരെ സന്തോഷവാനായിട്ട് കാണപ്പെട്ടു. മാത്രമല്ല, കൊല്ലപ്പെട്ടാലും മരണപ്പെട്ടാലും കുലംകുത്തി എന്നും കുലംകുത്തിയായിരിക്കും എന്ന ഒരു വാചകം കൂടി അദ്ദേഹം പ്രയോഗിച്ചു എന്നാണ് KK രമ പറയുന്നത്. അതിനാൽ തന്നെ KK രമ ഉറച്ചു വിശ്വസിക്കുന്നു പിണറായി വിജയൻ്റെ അറിവോടും സമൂഹത്തോടും കൂടി തന്നെയാണ് ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതെന്ന്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.